ഇട്ട് വറുക്കാം. നമുക്കേ ഇന്ന് ബ്രെഡ് മുക്കി പൊരിച്ചാലോ? അപ്പം നമുക്ക് ആദ്യം പോയി ബ്രെഡൊക്കെ വാങ്ങിയിട്ട് വരാം. ബ്രെഡ് ഉണ്ട്, വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് വരാം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തിരികെ വീട്ടിൽ പോവാം. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. പോയേക്കാം. ഇപ്പം നമ്മുടെ ഐറ്റംസൊക്കെ മുകളിലെത്തിയിട്ടുണ്ട്. എവരിബഡി സെറ്റ്. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് ബ്രെഡ് മുക്കി പൊരിച്ചാലോ? ഇങ്ങടെ അപ്പോൾ ആദ്യം കുറച്ച് പച്ചമുളകും മല്ലിയിലയും പേസ്റ്റാക്കി എടുക്കാം. അതെ, ഇനി കുറച്ച് മല്ലിയിലയും പച്ചമുളക്, ഈ 2 പുഴുങ്ങിയ മുട്ട. ഇതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ചെടുക്കാം. നമുക്ക് തൊണ്ട് പൊളിക്കാൻ ഇച്ചിരി ചടങ്ങാണ്. ഒരു ബൗളെടുക്കാം. ചേടാ, ഈ മുട്ട നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. ഈ മുട്ട നമുക്കൊന്ന് ചതയ്ക്കണ്ട, ഒന്ന് ഇതാക്കി കൈ കൊണ്ട് തന്നെ ചെയ്യാം, അത് നല്ലത്. മുളക് പൊടി, കുറച്ച് കറിവേപ്പ്, കുറച്ച് മതി, ഗരം മസാല, ചിക്കൻ മസാല, ടൊമാറ്റോ സോസ് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ 2 ബ്രെഡ് എടുക്കാം. എന്നിട്ട് നമ്മുടെ ചില്ലി പേസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇത്രയുള്ള സംഭവം വെച്ച് കൊടുക്കാം. ഇത് ചെറിയ ബ്രെഡായിരുന്നു, കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ, ചെറിയ ബ്രെഡല്ല. എന്നിട്ട് നമുക്കിത് മൂടിക്കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് 2 പീസാക്കി എടുക്കാം. കുറച്ച് കടലപ്പൊടി, ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്ററാക്കാം. കുറച്ച് ഓയിൽ, കുറച്ചല്ല, ഇത് വറുക്കാനുള്ള ഓയിൽ. ഇനി നമ്മുടെ ഈ ബ്രെഡ് ഈ കടലമ്മയോട് മുക്കാം. എന്നിട്ട് ഇട്ട് വറുക്കാം. ഒരുപാട് അങ്ങോട്ട് മൊരിയിക്കണ്ട കേട്ടോ, ബ്രെഡ് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ഓരോന്ന് കോരിയെടുക്കാം. ടിങ്ങടിങ്. അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട്, ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി അടിപൊളി, സൂപ്പർ.